ഞാൻ നമ്മളുടെ പല വീഡിയോസിലും ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു കേട്ടോ. കണ്ണൻകുട്ടിക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറി തൊട്ട് കൊടുത്തോളൂ, ആ കുറി അവൻ്റെ മുഖത്ത് ഭയങ്കര ഒരു ഐശ്വര്യമാണെന്നുള്ളത്. അതവന് നിർബന്ധമാണ് കേട്ടോ. പിന്നെ നമുക്കൊരു നിർബന്ധം പോലെയാണ്. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ചന്ദനം തൊട്ട് കൊടുക്കും, വൈകിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഭസ്മം വരച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അത് എനിക്ക് പറ്റാത്ത സമയങ്ങളിലാണ് പലപ്പോഴും അത് മുടങ്ങാറുള്ളത്. ചിലപ്പോഴൊക്കെ കണ്ണൻ്റെ മുഖത്ത് കുറിയില്ലാണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ സമയങ്ങളിൽ ചിലപ്പോൾ എനിക്ക് പറ്റാണ്ടിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് കുറിയും തൊട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ചേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ചേട്ടൻ തൊട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ നാമം ചൊല്ലിയിരിക്കുമ്പോഴേ മനസ്സിന് എപ്പോഴും ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടിത്തത്തിലേക്കൊക്കെ പോകാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു വിളക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം സന്ധ്യാനാമം ചൊല്ലാന്നുള്ളത് നമുക്കൊരു ശീലമായിരുന്നു. അതിപ്പോഴും പലപ്പോഴും ഞാൻ തുടർന്ന് പോകാറുണ്ട് കേട്ടോ. ചില സിറ്റുവേഷനിൽ എനിക്ക് പറ്റാറില്ല നാമം ചൊല്ലാനായിട്ട് ഇരിക്കാനായിട്ട്. ഈവനിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ തിക്കും തിരക്കും ബഹളമൊക്കെയുള്ള സമയങ്ങളിൽ എനിക്ക് ചിലപ്പോൾ സാധിക്കാറില്ല. പക്ഷേ പരമാവധി ഞാൻ വൈകിട്ട് നാമം ചൊല്ലാനിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ കല്യാണിക്കുട്ടിക്ക് എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ ബുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ ഞങ്ങൾ നോക്കുന്നതിനിടയിലേ കണ്ണന് എന്തെന്നില്ലാത്തൊരു ബുക്ക് പിടിക്കാനും ബുക്കിൻ്റെ അടുത്തേക്കുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ചാട്ടമൊക്കെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നീ പിടിക്കുക, കൈ കൊണ്ട് പിടിക്കുക കണ്ണാന്നൊക്കെ പറഞ്ഞപ്പം പിടിക്കല്ല, ബുക്കുമ്മക്ക് കടിക്കാനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു ബുക്ക് കടിക്കല്ലേ, നീ പിടിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ ആ ത്രെഡ് വെച്ചിട്ട് കുറേ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവൻ ആ ത്രെഡമ്മയ്ക്ക് തൊടാനെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ബുക്കിനെ ഇങ്ങനെ തട്ടാനോ എന്തൊക്കെയോ ശ്രമിച്ചും കൊണ്ടിരിക്കുകയാണ് ബുക്ക് കണ്ടപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി അവന് പഠിക്കണമെന്നും അല്ലെങ്കിൽ ബുക്കിനോടൊരു ഇഷ്ടമുണ്ട്, എന്തോ ഭയങ്കര ഇഷ്ടമുള്ളത് പോലെയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഞാനത് അത്ര മൈൻഡ് ആക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് ബുക്ക് കാണുമ്പോൾ അവൻ എന്താണ് ഇത്രയൊരു ഇഷ്ടം. അപ്പം ഞാൻ കല്ലിൻ്റെ അടുത്ത് പറഞ്ഞു, കല്ല് ഒരു പെൻസിലെടുത്തിട്ട് വന്ന് നമുക്ക് കണ്ണൻ ചേട്ടനെ കൊണ്ട് ഇതിൽ എഴുതിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ കല്ല് പറയാം വേണ്ട വേണ്ട അവന് കരപുര വരച്ചിടുന്നു. അപ്പോൾ കണ്ണനൊന്നും കൂടെ ചിരിയായിട്ടാണ് അങ്ങനെ പറഞ്ഞപ്പോൾ. പക്ഷെ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും അവൻ്റെ കൈ, പക്ഷെ നമ്മൾ ഒരുപാട് ബലം കൊടുക്കണം. അവന് ആ എടുക്കണം എന്നുള്ള ഇഷ്ടം കൂടുന്തോറും അവൻ്റെ ബലം കൈയുടെ കൂടിയും കൊണ്ടിരിക്കും. അപ്പം നമുക്ക് അവനെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. ചിലപ്പോൾ എന്നെക്കൊണ്ട് ചിലപ്പോൾ സാധിക്കാറില്ല കേട്ടോ. ഞാൻ കുറേ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ എന്നേക്കാളും ഒരു ബലമാണ് അവൻ്റെ കൈയൊന്നും ചിലപ്പോൾ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. അത്രയും ബലത്തിൽ അവനങ്ങനെ പിടിക്കും. അപ്പോൾ അതൊക്കെ ശ്രമിച്ചാൽ ഒരു പക്ഷേ അവനും ചിലപ്പോൾ സാധിക്കുമായിരിക്കും അല്ലേ, എന്തെങ്കിലും ഒന്ന് എഴുതാനും വായിക്കാനും